നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പി.സി. ജോർജ് എന്ന രാഷ്ട്രീയ നേതാവ് വാവിട്ട വാക്കുകളിൽ കുരുങ്ങുന്നത് ആദ്യമല്ല. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശങ്ങളാണ് വീണ്ടും പി.സി. ജോർജിനെ കുരുക്കിയത്. കേസിൽ റിമാൻഡിലായതിന് പിന്നാലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ് ഇപ്പോൾ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ തുടരുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി ഐസിയുവിലാണ് അദ്ദേഹം കഴിയുന്നത്. 48 മണിക്കൂർ നിരീക്ഷണമാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. വൈദ്യപരിശോധനയിൽ ഇ.സി.ജിയിൽ വ്യതിയാനം കണ്ടതിനെ തുടർന്നാണ് ജോർജിനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. ആരോഗ്യനില മെച്ചപ്പെട്ടതിന് ശേഷമായിരിക്കും ജയിലിലേക്ക് മാറ്റുന്നത് പോലീസ് അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ഇന്നലെ രാവിലെയാണ് പി.സി. ജോർജ് ഈരാറ്റുപേട്ട കോടതിയിലെത്തി കീഴടങ്ങിയത്. ചോദ്യം ചെയ്യലിന് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും കോടതിയിലെത്തി കീഴടങ്ങിയ പി.സി. ജോർജ് കേസിൽ ജാമ്യം ലക്ഷ്യമിട്ടാണ് മുന്നോട്ട് പോയത്. എന്നാൽ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. തുടർന്ന് പി.സി. ജോർജിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. കഴിഞ്ഞ 2 ദിവസമായി പോലീസ് ജോർജിനായി അന്വേഷണം നടത്തുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യാൻ നീക്കം തുടങ്ങിയതിന് പിന്നാലെ ഹാജരാകാൻ 2 ദിവസത്തെ സാവകാശം പി.സി. ജോർജ് തേടിയിരുന്നു. ജനുവരി 5-നാണ് ചാനൽ ചർച്ചയ്ക്കിടെ പി.സി. ജോർജ് മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയത്. യൂത്ത് ലീഗ് ഈരാറ്റുപേട്ട മണ്ഡലം കമ്മിറ്റിയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. കോട്ടയം സെഷൻസ് കോടതിയും പിന്നീട് ഹൈക്കോടതിയും പി.സി. ജോർജിന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. 2022 മെയ്യിൽ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന കേസിൽ ഈരാറ്റുപേട്ടയിലെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അന്ന് തന്നെ ജാമ്യം ലഭിച്ച ജോർജ് പുറത്തിറങ്ങി. അറസ്റ്റിന്റെ കാരണം വ്യക്തമാക്കാത്തതിനാൽ പോലീസ് അന്ന് കോടതിയുടെ വിമർശനം നേരിട്ടിരുന്നു. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ അതേ മാസം തന്നെ ജോർജിനെ വീണ്ടും അറസ്റ്റ് ചെയ്തു. തുടർന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു. സ്വപ്ന കേസിലും ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ ജോർജിനെ സോളാർ പ്രതിയുടെ പീഡന പരാതിയിലും 2022 ജൂലൈയിലും അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിലും അന്ന് തന്നെ ജാമ്യം ലഭിച്ചു. കഴിഞ്ഞ വർഷം മാർച്ചിൽ കോഴിക്കോട് നഗരത്തിൽ NDA കൺവെൻഷനിൽ മാഹി സ്വദേശികളെയും സ്ത്രീകളെയും പറ്റി മോശമായി സംസാരിച്ചെന്ന പരാതിയിലും ജോർജിനെതിരെ കസബ പോലീസ് കേസെടുത്തിരുന്നു. ജോർജിനെതിരെ മാഹിയിൽ സ്ത്രീകൾ പ്രകടനം നടത്തി സംസ്ഥാന വനിതാ കമ്മീഷനും കേസ് രജിസ്റ്റർ ചെയ്തു. മന്ത്രി വീണ ജോർജിനെതിരെ മോശം പരാമർശം നടത്തിയെന്ന കേസിലും എറണാകുളത്ത് ജോർജിനെതിരെ കേസെടുത്തിട്ടുണ്ട്. നടി ആക്രമണം നേരിട്ട കേസിലും പരാമർശത്തിലും ജോർജിനെതിരെ കേസെടുത്തിരുന്നു. ബിഷപ്പ് ഫ്രാങ്കോ കേസിൽ പരാതി നൽകിയ കന്യാസ്ത്രീയെ അവഹേളിച്ചെന്ന കേസിലും നിയമസഭയിലെ വനിതാ വാച്ച് ആൻഡ് വാർഡിനെ അധിക്ഷേപിച്ച് സംസാരിച്ചതിനും പി.സി. ജോർജിനെതിരെ ദേശീയ വനിതാ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്.